ഹായ്. 1893 ദാദ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ കൈകാര്യം ചെയ്യുവാനായിട്ടാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. പക്ഷേ അവിടെ വിധി അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി വച്ചിരുന്നത് മറ്റൊരു തരത്തിലുള്ള ജീവിതമായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ നിരവധി പ്രശ്നങ്ങളിൽ മഹാത്മാഗാന്ധി ഇടപെട്ടു. ഇന്ത്യക്കാർ അദ്ദേഹത്തെ ഒരു രക്ഷകനായി കണ്ടു. അദ്ദേഹം അവർക്ക് വേണ്ടി അനേകം സത്യാഗ്രഹ പരിപാടികൾ ദക്ഷിണാഫ്രിക്കയിൽ നടത്തി. 1906 വക്കീൽ പണി എന്ന ജോലി ഗാന്ധിജി എന്നേക്കുമായി അവസാനിപ്പിച്ചു. അദ്ദേഹം മുഴുവൻ സമയ സാമൂഹ്യ പ്രവർത്തകനായി, രാഷ്ട്രീയ പ്രവർത്തകനായി മാറി. ദക്ഷിണാഫ്രിക്കയിൽ ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കിയ അടിച്ചമർത്തലുകൾക്കെതിരെ മഹാത്മാഗാന്ധി നിരവധി സത്യാഗ്രഹ പരിപാടികൾ നടത്തി. നിരവധി ആളുകൾ സ്വന്തം ജോലിയും വരുമാനമാർഗവും ഒക്കെ ഉപേക്ഷിച്ചാണ് ഈ സത്യാഗ്രഹ പരിപാടികളിൽ പങ്കെടുത്തത്. ഇത്തരത്തിൽ സർവവും ത്യജിച്ച് തന്നോടൊപ്പം വന്ന തൻ്റെ അനുഭാവികളെ, അവരുടെ കുടുംബങ്ങളെ ഒക്കെ സംരക്ഷിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമായി മഹാത്മാഗാന്ധി കരുതി. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യാനാണ്? നേരത്തെ പറഞ്ഞതുപോലെ 1906 ആകുമ്പോഴത്തേക്കും അദ്ദേഹം വക്കീൽ പണി വരെ ഉപേക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാമ്പത്തികമായി യാതൊരു സേവിങ്സും ഇല്ല. മാത്രവുമല്ല, ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം കൂടി അദ്ദേഹം നടത്തിക്കൊണ്ടു പോകേണ്ടിയിരുന്നു. അപ്പോൾ ഇതിനെന്ത് ചെയ്യും എന്ന് മഹാത്മാഗാന്ധി വളരെ കാര്യമായി ആലോചിച്ചു. ആ ആലോചനയിൽ നിന്നാണ് ടോൾസ്റ്റോയ് ഫാം എന്ന ആശയത്തിലോട്ട് ഗാന്ധിജി എത്തുന്നത്. പിൽക്കാലത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച ഗാന്ധിയൻ ആശ്രമങ്ങളുടെ എല്ലാം മുൻഗാമി ഈ ടോൾസ്റ്റോയ് ഫാമാണ്. ഗാന്ധിജി വളരെയധികം ആരാധിച്ചിരുന്ന ഒരു റഷ്യൻ എഴുത്തുകാരനാണ് ലിയോ ടോൾസ്റ്റോയ്. അദ്ദേഹത്തിൻ്റെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന പുസ്തകം ഗാന്ധിജിയുടെ അഹിംസ സത്യാഗ്രഹ സമരങ്ങളുടെ ആശയ രൂപീകരണത്തിന് സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. തൻ്റെ പ്രിയ എഴുത്തുകാരൻ്റെ പേരിൽ ഗാന്ധിജി തുടങ്ങിയ ഈ ആശ്രമം സത്യാഗ്രഹികളായ ആൾക്കാരുടെ പരിശീലനത്തിന് വേണ്ടിയും അവരുടെ കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടിയും ഉള്ളതായിരുന്നു. ഈ ആശ്രമത്തിന് വേണ്ടി, ടോൾസ്റ്റോയ് ഫാമിന് വേണ്ടി തൻ്റെ ഭൂമി നൽകിയത് ജർമ്മൻ വാസ്തുശില്പിയായിരുന്ന കലൻ ബാഹാണ്.